ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ് കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നാളെ 27 രാവാണല്ലോ. 27 രാവിന് നമ്മൾ ഇതുപോലുള്ള മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ നാളെ നിങ്ങൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഈ ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 4 പീസ് ശർക്കര 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കാം. ഇത് നല്ല പോലെ ഒന്ന് കഴുകി ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇതൊരു 10 മിനിറ്റിന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും പിന്നെ നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിനകത്ത് പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ പഴവും ചേർത്ത് കൊടുക്കാം. ചെറുപഴം ഏതാണെങ്കിലും മതി കേട്ടോ. ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ളൊരു ചെറുപഴമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നല്ല പോലെ അരച്ചിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് നമ്മൾ എത്ര അരച്ചാലും കാണുമ്പോൾ അതിലൊരു തരിതരിയുള്ള പോലെ ഉണ്ടാവും. നന്നായിട്ട് അരഞ്ഞിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ ശർക്കരയും നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര അരിച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ. അതിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം മൈദ ചേർക്കുകയാണെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിവിടെ ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് റവ കൂടെ ചേർത്തിട്ട് നമുക്കിത് കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിലേക്കൊക്കെ നമ്മൾ കുറച്ച് തരിയോട് കൂടെയാണല്ലേ മാവ് റെഡിയാക്കുക. അപ്പോൾ ആ ഒരു തരി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ 1 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ മാവ് ഉണ്ടാക്കിയിട്ട് ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാക്കുകയാണ്, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇനി ഉണ്ണിയപ്പച്ചട്ടിയിൽ കുഴികളിലൊക്കെ എണ്ണ ചൂടാക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോ കുഴികളിലേക്കും ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം മാവ് പുറത്തേക്ക് വന്നിട്ട് വാല് പോലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ റെഡിയാക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒരു ഡാർക്ക് കളർ വേണമെങ്കിൽ തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൊരിയിപ്പിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നുറുക്ക് ഗോതമ്പ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. പിന്നെ നുറുക്ക് ഗോതമ്പ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടല്ലോ. അത് എന്താ ചെയ്യാമെന്ന് പലർക്കും ഡൗട്ടാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്